പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുള്ള വേദനകളും മുറിവുകളും രോഗങ്ങളും നമ്മുടെ ശക്തിയാൽ നമുക്ക് അതിജീവിക്കാനാവാത്ത എല്ലാ അവസ്ഥകളും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവമാണ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി സന്നിഹിതനാവുന്നത്. നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവനാണ് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് ഈ നിമിഷങ്ങളിൽ കടന്നു വരുന്നത്. നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ബലി കഴിച്ചവനാണ് ഈ നിമിഷം വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്നത്. നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവൻ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നവൻ, നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവാണ് ഈ നിമിഷം വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മുന്നിലേക്ക് സന്നിഹിതനാവുന്നത്. പ്രിയമുള്ളവരെ, സഹനത്തിൻ്റെ പാതയിലൂടെ ഈശോ കടന്നുപോയത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതേ കർത്താവാണ് കൃപയുടെ ഈ പുണ്യ നിമിഷങ്ങളിൽ നമുക്ക് മുമ്പിൽ സന്നിഹിതനാവുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളെയെല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ശക്തമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് തൻ്റെ കരുണയും സ്നേഹവും നമ്മളിലേക്ക് ഒഴുക്കുന്ന പുണ്യ നിമിഷങ്ങളാണ്. എൻ്റെ കർത്താവ് ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ കരുണ ഒഴുക്കുകയാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ നമുക്കിപ്പോഴും നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോ കുരിശിൽ അതികഠോരമായ പീഡകൾ അനുഭവിച്ച് സഹനങ്ങൾ ഏറ്റെടുത്തത് തീർച്ചയായിട്ടും നമുക്ക് നിത്യ രക്ഷ നൽകുവാനായിട്ടാണ്. സ്വർഗത്തിൻ്റെ തിരുക്കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറന്നിടുവാനാണ്. സഹനത്തിലൂടെ നമുക്ക് നേടിത്തന്നത് വലിയ രക്ഷയാണ് എന്ന ബോധ്യം നമ്മെ നയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ, പ്രലോഭനത്തിന് നമ്മൾ ഇരയാകുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ തൻ്റെ സഹനത്തിലൂടെ എനിക്ക് രക്ഷ നേടിത്തന്നുവെങ്കിൽ എൻ്റെ സഹനത്തിലും എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ദൈവം അവനോടൊപ്പം കുരിശിൽ സഹിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കുരിശ് ഏറ്റെടുക്കുമ്പോൾ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുരിശ് വഹിക്കുമ്പോൾ, ഇന്ന് കുരിശിൽ നിന്ന് ഞാൻ ഓടിയകലുവാനായിട്ട് വെമ്പൽ കൊള്ളുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ, മുറിവുകൾ ഏൽക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം എൻ്റെ കുരിശുകൾ ഏറ്റെടുക്കുകയാണ്. ഞാൻ രോഗത്താൽ വലയുമ്പോൾ എൻ്റെ ദൈവം
ആ രോഗങ്ങൾ എനിക്ക് വേണ്ടി എന്നോടൊപ്പമായിരുന്നു കൊണ്ട് സഹിക്കുന്നവനാണ്. ജീവിത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ബോധ്യമെന്ന് പറയുന്നത് എൻ്റെ ആ ജീവിത പ്രശ്നത്തിൽ എൻ്റെ കർത്താവും എന്നോടൊപ്പമുണ്ട്, എൻ്റെ കർത്താവും എന്നോടൊപ്പം സഹിക്കുന്നുണ്ട്. എൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ശക്തിയായിട്ട് കർത്താവ് തൻ്റെ കരങ്ങൾ നീട്ടി എന്നെ സഹായിക്കുന്നുണ്ട്. ഈ വലിയ ബോധ്യത്തോടു കൂടി നമുക്ക് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട്, കർത്താവിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുരിശിലെ സഹനം എന്ന് പറയുന്നത് ദൈവപിതാവ് ഈശോയ്ക്ക് നൽകിയ രക്ഷാകര ദൗത്യം നിറവേറ്റുന്ന ആ വലിയ സംഭവമായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും ആ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ആത്മാവിനെയും എനിക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്നവരുടെ ആത്മാവിനെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും എല്ലാം രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ സഹിക്കുമ്പോൾ എൻ്റെ ആത്മാവ് വലിയ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ സഹിക്കുമ്പോൾ എന്നോടൊപ്പമുള്ളവരുടെ, എൻ്റെ കുടുംബാംഗങ്ങളുടെ, എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നവരുടെ ആത്മാവും ദൈവത്തിൻ്റെ ആ വലിയ രക്ഷ പ്രാപിക്കുകയാണ്. ഞാൻ വലിയ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ സഹനങ്ങൾ ശുദ്ധീകരണാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുമ്പോൾ ദൈവം കരുണയോടെ ഒരുപാട് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രിയമുള്ളവരെ നാം സഹിക്കുന്നതും നാം സഹിക്കേണ്ടതും. ഈ വലിയ ബോധ്യത്തോടെ ഈ കൃപയുടെ സമയത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കുരിശുകൾ, പീഡകൾ, വേദനകൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്നൊക്കെ വിമുക്തി കിട്ടാനായിട്ട് ആഗ്രഹിക്കാതെ, അതിൽ നിന്നൊക്കെ ഓടിയകലുവാനായിട്ട് ആഗ്രഹിക്കാതെ, അത് എവിടെയൊക്കെയോ മാറ്റിവെച്ചിട്ട് സൗഭാഗ്യകരമായൊരു ജീവിതം എനിക്ക് വേണമെന്ന് ഞാൻ ശാഠ്യം പിടിക്കാതെ എൻ്റെ കുരിശുകൾ, എൻ്റെ വേദനകൾ, എൻ്റെ മുറിവുകൾ ഞാൻ തന്നെ ഏറ്റെടുക്കണമെന്ന വലിയ ബോധ്യം നമുക്കുണ്ടാവണം. പ്രിയമുള്ളവരെ, എൻ്റെ കുരിശെന്ന് പറയുന്നത് ഞാൻ തന്നെ സഹിക്കേണ്ടതാണ്. എൻ്റെ കുരിശെന്ന് പറയുന്നത് ഞാൻ തന്നെ സഹിച്ച് ആ സഹനത്തിലൂടെ വലിയ ആത്മാവിൻ്റെ രക്ഷയുടെ മാർഗം ഞാൻ നേടേണ്ടതായ അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, സഹനത്തിലൂടെയാണ് ആത്മാക്കളുടെ രക്ഷ അത് സായുക്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സഹനമെന്ന് പറയുന്നത് ലക്ഷ്യ സ്ഥാനത്തേക്കുള്ള വഴിയാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്? നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യത പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് നിത്യജീവൻ പ്രാപിച്ച് നമ്മുടെ ദൈവവും പിതാവുമായ ദൈവത്തോട് കൂടി ഒന്നായി ചേരുക എന്നുള്ളതാണ്. സഹനങ്ങൾ തീർച്ചയായിട്ടും ഈ നിത്യ രക്ഷയ്ക്കായിട്ടുള്ള വഴിയാണെന്ന് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം. സഹനം ദൈവം എന്നെ ഏറ്റെടുത്തു എന്നതിൻ്റെ അടയാളമാണ്. കാരണം സഹനം ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുമ്പോൾ അതിൽ വലിയ പുണ്യമുണ്ട്, അതിൽ വലിയ രക്ഷയുണ്ട്. അത് ഈ ലോകത്തിൻ്റെതായ ഒരു രക്ഷയല്ല, നിത്യജീവൻ എനിക്ക് പ്രദാനം ചെയ്യുന്ന സ്വർഗീയ ജീവൻ്റെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ആ വലിയ രക്ഷയുടെ അടയാളമാണ്. പ്രിയമുള്ളവരെ, ഈ ബോധ്യത്തോടു കൂടി ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളായിരിക്കാം. നമ്മൾ സഹനത്തിലൂടെ കുരിശിലെ ക്രിസ്തുവിനോട് അനുരൂപരായി തീരുകയാണ്. സഹനങ്ങൾ പ്രിയമുള്ളവരെ സന്തോഷത്തോടെ, തീഷ്ണതയോടെ, ക്രിസ്ത്യാനി എന്ന വലിയ അഭിമാനത്തോടെ നമ്മൾ സഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ കൃപയായി
അഭിഷേകമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സഹനത്തിലൂടെ വലിയ കൃപകൾ കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മൾ വിശുദ്ധരെ പറ്റി ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ശിഷ്യന്മാരെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അവർ ഈശോയെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടാണ് സഹനങ്ങൾ ഏറ്റുവാങ്ങിയത്. അവർ സഹിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ വലിയ തീഷ്ണതയായി, അഭിഷേകമായി, ദൈവിക സാന്നിധ്യമായിട്ട് ക്രൂശിക്കപ്പെട്ടവനുമുണ്ടായിരുന്നു. ആ വലിയ അഭിഷേകത്തോടു കൂടിയാണ് സ്ലീഹന്മാരും പരിശുദ്ധ അമ്മയും വിശുദ്ധരുമെല്ലാം അവരുടെ ജീവിതത്തിലെ സഹനങ്ങൾ അവർ ജീവിതത്തിൽ ഏറ്റെടുത്തത്. പ്രിയമുള്ളവരെ, സഹനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സഹനങ്ങൾ നൽകുന്നു. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട്, നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയുടെ മാർഗങ്ങളിലൂടെ കൈപിടിച്ച് നടത്തുവാനായിട്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും പക്വതയ്ക്കും വേണ്ടിയാണ് ഈശോ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിലൂടെ, സഹനത്തിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തുക. രണ്ടാമതായിട്ട്, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് തൻ്റെ മക്കളായി സ്വീകരിക്കുന്നവർക്കാണ് സഹനങ്ങൾ നൽകുന്നത്. മക്കളെ പിതാവ് ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നന്മയുടെ, വിശുദ്ധിയുടെ, പൂർണ്ണതയുടെ ആ വലിയ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സഹനങ്ങൾ കർത്താവിൽ നിന്ന് ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കൂടുതൽ ദൈവത്തെ അറിയുവാൻ, ദൈവിക സാന്നിധ്യത്തിലാകുവാൻ, ദൈവീകത എന്തെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വീണ്ടും സഹനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, സഹനങ്ങൾ കടന്നു വരുന്നത് കൂടുതൽ മേന്മയുള്ള, കൂടുതൽ നന്മയുള്ള, കൂടുതൽ വിശുദ്ധിയുള്ളൊരു ജീവിതം കൈവരിക്കുവാൻ വേണ്ടിയാണ്. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ 30 മേനി ഫലം നൽകുന്നവരാണ് നമ്മളെങ്കിൽ, സഹനം കർത്താവ് നൽകുന്നത് വെറും 30 മേനി ഫലം നൽകുവാനല്ല, അതിനൊക്കെ ഉപരിയായിട്ട് 60ഉം 100ഉം ഫലദായകമായി മാറുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് സഹനത്തിലൂടെ നമ്മെ നയിക്കുന്നത്. വീണ്ടും സഹനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, സഹനത്തിലൂടെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമുക്ക് പങ്കു പറ്റുവാനുമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് നാം മാറുകയാണ് എന്ന വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാം. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രൂശിതനായ കർത്താവ് നമ്മോടൊപ്പം സഹിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിന്ന് നമ്മുടെ സഹനങ്ങൾ സഹിക്കുമ്പോൾ നമ്മളിലേക്ക് ആ നിത്യരക്ഷ, കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാം ഒഴുകുകയാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് സഹനങ്ങൾ നൽകുന്നു, മക്കളായി കരുതിയവർക്ക് സഹനങ്ങൾ നൽകുന്നു. നമ്മുടെ ജീവിതത്തിലെ ഫലദായകമായ അവസ്ഥകൾ 30ൽ നിന്ന് 60ഉം 100ഉം മേനികളിലേക്ക് വളർത്തുവാനായിട്ട് കർത്താവ് സഹനങ്ങൾ നൽകുന്നു. അവിടുത്തെ പീഡാസഹനത്തിൻ്റെ ഭാഗമായി മാറുവാൻ കർത്താവ് നമുക്ക് സഹനങ്ങൾ നൽകുന്നു. ഈ വലിയ ബോധ്യത്തോടു കൂടി പ്രിയമുള്ളവരെ, സഹനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ക്രൂശിതൻ നമ്മുടെ സഹനങ്ങളിലും അവൻ നമ്മുടെ കുരിശുകൾ ഏറ്റെടുക്കുന്നു എന്ന വലിയ ബോധ്യത്തോടെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയോട് ചേർന്നിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ അനുഭവം ലഭിക്കുവാനും കരുണയും സ്നേഹവും അവരിലേക്ക് ഒഴുകുവാനുമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സമാപനാശീർവാദം നമുക്ക് സ്വീകരിക്കാം. Shri 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 Shri
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.